بسم الله الرحمن الرحيم ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. സ്നേഹമുള്ള സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സഹോദരിമാരുടെ ഇസ്ലാമിക ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക കാര്യങ്ങളെ ഉത്ബോധിപ്പിക്കാനാണ് ഈ സംസാരത്തിലൂടെ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഇത് നമ്മളിൽ നിന്ന് ഒരു സൽക്കർമ്മമായി പരിഗണിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന നമ്മുടെ മാതാക്കളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ പെൺകുട്ടികളും ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജീവിതത്തിൽ എപ്പോഴും അസമാധാനവും അശാന്തിയും അനുഭവിക്കുന്നവരാണ് മിക്കവാറും ആളുകൾ. അത് ശാരീരിക രോഗങ്ങളായി, മാനസിക പ്രശ്നങ്ങളായി, വേദനകളായി, ദുഃഖങ്ങളായി നിരന്തരമായി അതിൻ്റെ വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം സഹോദരിമാരും. യഥാർത്ഥത്തിൽ നിരന്തരമായ ചികിത്സകളെ കൊണ്ടും മരുന്നുപയോഗം കൊണ്ടും തടുക്കാനാവുന്നതല്ല അത് എന്ന് പല കുടുംബനാഥന്മാർക്കും ബോധ്യപ്പെട്ട ഒരു വസ്തുതയാണ്. നിരന്തരമായി ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ, അവരിലുണ്ടാക്കുന്ന ജീവിത വേദനകൾക്ക് പരിഹാരം നേടാൻ അവരുടെ ആത്മീയ ജീവിതവുമായി മനസ്സുമായി ബന്ധപ്പെട്ട പരിഹാരം തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിലേറ്റവും ഒന്നാമത്തത് ശരിയായ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും അവർക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അവരുടെ ജീവിതവുമായി പ്രത്യേകമായി ബന്ധപ്പെട്ട ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങൾ അവർക്ക് ലഭിക്കുമ്പോൾ എന്തൊന്നില്ലാത്ത ഒരു നിർവൃതിയും സന്തോഷവും ലക്ഷ്യബോധവും അവർക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത തന്നെ അതാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് ആ മനസ്സമാധാനം ലഭിക്കുന്ന. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു അവസരം യഥാർത്ഥത്തിൽ ഇത്തരം സംസാരങ്ങളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, സീഡികളിലൂടെ നമുക്ക് ലഭ്യമാകുന്നു.
അതാണ് അവരോട് പ്രത്യേകമായ ഒരു ഉപദേശം നടത്തുന്നതിന്റെ പ്രസക്തി. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്രാഇന്റെ യാത്രാവേളയിൽ പല രംഗങ്ങളും പ്രവാചകന് അത്ഭുതകരമായ പല രംഗങ്ങളും അള്ളാഹു കാണിച്ചു കൊടുക്കുകയുണ്ടായി. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ 600 ചിറകുകളോടുകൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കണ്ടത് തൻ്റെ മിഅ്റാജിന്റെ ആകാശാരോഹണത്തിന്റെ യാത്രയിലാണ് നബി തിരുമേനി കണ്ടത്. അവിടെ ആ സംഭവങ്ങളെ വിശദീകരിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എനിക്ക് സ്വർഗവും നരകവും കാണിക്കപ്പെട്ടു. സ്വർഗത്തിൽ ഞാൻ അധികവും കണ്ടത് മിസ്കീൻ പാവപ്പെട്ടവരെയാണ്, സാധുക്കളെയാണ്. നരകത്തിൽ അധികവും എനിക്ക് കാണിക്കപ്പെട്ടപ്പോൾ നരകത്തിൽ ഞാൻ കണ്ടത് സ്ത്രീകളെയാണെന്നാണ്. സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടെ നമ്മൾ ചർച്ചക്കെടുക്കേണ്ട ഒരു ആശയമാണ്, ഒരു ഹദീസാണത്, നബിവചനമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ നരകങ്ങളെ യാഥാർത്ഥ്യത്തോടുകൂടെ കാണിക്കപ്പെട്ടപ്പോൾ ആ നരകത്തിൽ അധികവും എനിക്ക് കാണിക്കപ്പെട്ടത് സ്ത്രീകളെയാണെന്ന് പറയുമ്പോൾ ആ സ്ത്രീകളിൽ നമ്മുടെ ഉമ്മമാരുണ്ടോ, നമ്മുടെ സഹോദരിമാരുണ്ടോ, നമ്മുടെ ഭാര്യമാരുണ്ടോ, നമ്മുടെ പെൺമക്കളുണ്ടോ? പരലോകത്തെക്കുറിച്ച് ദൃഢബോധ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു ഹദീസാണ് യഥാർത്ഥത്തിൽ അത്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് നരകമോചനത്തിന്റെ സത്യസന്ദേശങ്ങളെ, ഇസ്ലാമിന്റെ ശരിയായ ഉപദേശ നിർദ്ദേശങ്ങളെ എത്തിച്ചു കൊടുക്കുക എന്നതല്ലാതെ ആ നരകത്തിന്റെ ശക്തമായ ചൂടിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ വേറൊരു മാർഗമല്ല. അവരെ നരകത്തിൽ വെച്ച് കാണപ്പെടുന്ന ഒരു സമയത്ത് അവരെ മോചിപ്പിക്കാൻ ഒരു പരിഹാരവുമില്ലെന്ന് അള്ളാഹു തീർത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഏ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ രക്ഷപ്പെടുത്തുക. എന്തുകൊണ്ട്? ആ നരകത്തിൽ അവരെ വെച്ച് കാണുന്ന സമയത്ത് മോചിപ്പിക്കാൻ പറ്റൂല. അത് ഹിജ്റം മഹ്ജൂർ, ഭദ്രമായ ഒരു മറയാണ്. അവിടുന്ന് ഒരിക്കലും മരണത്തിന്റെയും പരലോകത്തിന്റെയും സന്ദർഭങ്ങളിൽ ഒരാളെയും രക്ഷപ്പെടുത്താൻ കഴിയൂല. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, പരുക്കന്മാരായ മലക്കുകളുണ്ട് അവിടെ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, കൽപ്പിച്ചതിനെതിരെ പ്രവർത്തിക്കാത്തവരും കൽപ്പിച്ചത് എന്തും നടപ്പാക്കുന്നവരുമാണ് യഥാർത്ഥത്തിൽ ആ മലക്കുകൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഇവിടം തന്നെ നമ്മൾ അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തണം. അതുകൊണ്ടാണ് ഇത്തരം ഒരു ഉപദേശത്തിന്റെ പ്രാധാന്യം. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മനസ്സുകളിൽ നീറിക്കൊണ്ടിരിക്കുന്ന മനപ്രയാസങ്ങൾക്ക് പരിഹാരം ഖുർആനും സുന്നത്തും ഇസ്ലാമിക സന്ദേശങ്ങളും അവിടെ ഹൃദയത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നല്ലാതെ വേറെ മാർഗമല്ല. രണ്ടാമത്തത്, മഹാനായ റസൂൽ നമുക്ക് സത്യമായും കാണിച്ചു കൊടുക്കപ്പെട്ട സംഭവത്തിൽ ബഹുഭൂരിപക്ഷം സഹോദരിമാരാണെങ്കിൽ അവരതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാനുള്ള ഏറ്റവും വലിയ പരിഹാര മാർഗം ഉപദേശ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുക എന്നുള്ളത് തന്നെ. ഈ ഒരവസ്ഥ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിമാർ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രത്യേകമായി അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ ഓരോന്നോരോന്നായി സൂചിപ്പിക്കാനാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ആദ്യമായിട്ടുള്ളത് സുരക്ഷയാണ് സഹോദരിമാരെ ഏറ്റവും പ്രധാനം. സുരക്ഷിതത്വമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ വീട്ടുമുറ്റത്തു നിന്നും ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഓടിപ്പോകുന്ന 5 വയസ്സുകാരനോട് എന്ത് സമീപനം നമ്മൾ സ്വീകരിക്കുക? തൊട്ടു മുന്നിൽ റോഡാണ്, റോട്ടിക്കാണ് നേരെ ഓടി ഇറങ്ങുന്നത്. അങ്ങനത്തെ ഒരു സമയത്ത് എന്താണ്, തൽക്കാലം അവനൊരു സ്വാതന്ത്ര്യവും അവന്റെ സന്തോഷവും അവന്റെ ഇഷ്ടവും പരിഗണിക്കാൻ നമുക്ക് അവനെ തുറന്നു വിടാം. തുറന്നു വിട്ടാൽ ഒരു പക്ഷേ അവന്റെ ഇഷ്ടത്തിന് വേണ്ടി പുറത്തു കിടക്കുന്ന വാഹനങ്ങൾ ഓടുന്ന റോട്ടിക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ അവനെ നമുക്ക് തിരിച്ചു കിട്ടൂല. സുരക്ഷിതത്വമാണ് അവന്റെ സ്വാതന്ത്ര്യത്തെക്കാളും മറ്റ് താല്പര്യങ്ങളെക്കാളും ഒക്കെ ഏറ്റവും പ്രധാനം. ഏറ്റവും ഒന്നാമത്തത് സുരക്ഷിതത്വം തന്നെ. സഹോദരിമാരെ, നമ്മുടെ ഇഹലോക ജീവിതവും പരലോക ജീവിതവും സുരക്ഷിതമാക്കുക എന്നുള്ളതിന്, ആ സുരക്ഷിതമായ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് തൻ്റെ ജീവിതം സുരക്ഷിതമാകാൻ ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ സുരക്ഷിതത്വം ഏറ്റവും പ്രധാനമാണ്. സ്വാതന്ത്ര്യം എന്ന പേരിൽ ഇന്നൊരു സ്ത്രീ പാലിക്കേണ്ട സകല മര്യാദകളെയും, അവർക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട സകല മര്യാദകളെയും, അച്ചടക്കത്തിന്റെ സർവ്വ വരമ്പുകളെയും അതിൽ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്ത്രീകളുടെ പുതിയൊരു മാറ്റം, പുതിയൊരു പ്രവണത, അതാണ് ഇന്ന് നമ്മൾ സമൂഹത്തിൽ ഏറ്റവും ഭയപ്പെടേണ്ട കാര്യം. ക്യാമ്പസുകളിലും അതേപോലെ തന്നെ ഒറ്റക്ക് താമസിക്കുന്ന വീടുകളിലും അതേപോലെ തന്നെ ഷോപ്പിംഗ് സെന്ററുകളിലും എല്ലാം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളും അവരുടെ വേഷവിധാനങ്ങളും അച്ചടക്കവും മര്യാദയുമില്ലാത്ത പെരുമാറ്റവും
യഥാർത്ഥത്തിൽ സുരക്ഷിതത്വത്തിന്റെ എല്ലാ അതിർവരമ്പുകളെയും ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒന്നാമത്, വിവാഹത്തിന് മുമ്പ് ഒരു വിവാഹിതയായ ഒരു സ്ത്രീ തന്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന ജീവിതം വിവാഹത്തിന് മുമ്പ് ജീവിക്കാൻ ധൈര്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം യഥാർത്ഥ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, പ്രായപൂർത്തി എത്തിയ ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വം ഏറ്റവും ഒന്നാമത്തെ വിവാഹമാണ്. എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് പലപ്പോഴും 30, 35, 40 വയസ്സായിട്ടും വിദ്യാഭ്യാസത്തിന്റെയോ മറ്റെന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ വിവാഹങ്ങളെ വൈകിപ്പിക്കുന്നവരുണ്ട്. അവർ പറയുന്ന ഒരു ന്യായം അവരുടെ സുരക്ഷയാണ്. എന്ത് സുരക്ഷ? ഭർത്താവിന്റെ കീഴിലും ഭർത്താവിന്റെ വീട്ടിലും ജീവിക്കുമ്പോൾ എന്റെയും അതേപോലെ തന്നെ എന്റെ ഭാര്യയുടെയും മരണശേഷം എന്റെ മകൾക്ക് സുരക്ഷിതത്വം ലഭിക്കാൻ അവൾക്ക് സ്വന്തം ജോലി വേണം, അവൾക്ക് പെൻഷൻ ലഭിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗം വേണം, അവരുടെ പേരിൽ സ്വന്തം സ്വത്തുക്കൾ വേണം. അതിനെന്ത് വേണം? പ്രായപൂർത്തിയാകുന്ന സമയത്ത് നല്ലൊരു അന്വേഷണം വന്നാൽ വിവാഹം കഴിച്ചു കൊടുത്താൽ അങ്ങനത്തെ ഒരു സുരക്ഷിതമായ ജോലി ഒന്നും കിട്ടാതെ പോയാൽ എൻ്റെ കുട്ടി കഷ്ടപ്പെട്ടു പോകുന്നതാണ്. സഹോദരങ്ങളെ, ഏറ്റവും വലിയ സുരക്ഷിതത്വം അവരുടെ ദീനിനും ദുനിയാവിനും ഏറ്റവും വലിയ സുരക്ഷിതത്വം ഒരു വിവാഹം തന്നെയാണ്. അതിനേക്കാളും വലിയ സുരക്ഷ വേറെയില്ല. നിങ്ങൾ നൽകുന്ന ജോലിയോ നിങ്ങൾ നൽകുന്ന ജീവിത സാഹചര്യങ്ങളോ ഏത് സമയത്തും അവർക്ക് നഷ്ടമാകാം. ഏതൊരർത്ഥത്തിലും അവർക്ക് സുരക്ഷിതത്വം ആ ഭർത്താവാണ്. ഖുർആൻ പറഞ്ഞത് അഖദന മിൻകും, പുരുഷന്മാരെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ഭാര്യമാർ സ്ത്രീകൾ സ്വീകരിച്ചിരിക്കുന്നു മീസാക്കൻ ഖലീല, ശക്തമായ ഒരു കരാർ. സഹോദരങ്ങളെ, ഒരു വിവാഹത്തിലൂടെ നമ്മുടെ പെൺകുട്ടിയെ സുരക്ഷിതമായ ഒരു കയ്യിലേക്ക് കൈമാറുമ്പോൾ അവൾ എത്രമാത്രം സുരക്ഷിതമാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. വിവാഹം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല, വലിയൊരു ഉത്തരവാദിത്തമാണ്. അവിടെ ആ കാലം വരെ അവളെ വളർത്തിക്കൊണ്ടുവന്ന പിതാവ് വലിയ അള്ളാഹുവിനെ സാക്ഷി നിർത്തി വിവാഹമൂല്യം നൽകി 2 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നടത്തിക്കൊടുക്കാണ് വിവാഹം. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നടത്തിക്കൊടുക്കാണ്. ആ കരാർ ഏറ്റെടുക്കുന്ന ഒരു പുരുഷന്റെ കൈകളിൽ അവൾ സുരക്ഷിതയാകുന്ന പോലെ എവിടെയാണ് അവൾക്കൊരു സുരക്ഷിതത്വം ഉള്ളത്? ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ദീനും സ്വഭാവവും എല്ലാം ഇഷ്ടപ്പെട്ട ഒരു വിവാഹം വന്നാൽ ആ വിവാഹം തന്നെയാണ് ഏറ്റവും അവളുടെ സുരക്ഷയ്ക്ക് പ്രധാനം. അത് വൈകിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നത് അവളുടെ സുരക്ഷയെ നഷ്ടപ്പെടുത്തുന്നതാണ്. വിവാഹം ഒരു സ്ത്രീയെ ഏതൊക്കെ നിലക്ക് സുരക്ഷിതയാക്കുന്നു എന്ന് വെച്ചാൽ, ഒന്ന്, ഭൗതികമായി തന്നെ എല്ലാ അർത്ഥത്തിലും ഏറ്റെടുത്ത ഭർത്താവ് താൻ ഭക്ഷിക്കുന്നുവെങ്കിൽ അവളെ ഭക്ഷിപ്പിക്കും, താൻ ധരിക്കുന്നുവെങ്കിൽ അവൾക്ക് ഉടയാടകൾ നൽകും. ജീവിതത്തിന്റെ ഏതു സന്ദർഭത്തിലും എല്ലാ അർത്ഥത്തിലും അവളെ പരിരക്ഷിക്കുവാൻ ഈ ഭൗതിക ജീവിതത്തിൽ അധികാരമുള്ള, അവകാശമുള്ള, സ്വാതന്ത്ര്യമുള്ള ഒരാൾ അവളുടെ ഭർത്താവ് മാത്രമാണെന്നത് എത്ര ഗൗരവപരമായതാണ്. വിവാഹം അത് മാത്രല്ല വരുത്തുക. വഅൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും ഇൻ യകൂനു ഫുഖറാ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം വൽയസ്തഅഫിഫിൽ ലദീന ലാ യജിദൂന നികാഹൻ ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. വഅൻകിഹുൽ അയാമാ മിൻകും, നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കണം. നിങ്ങളിൽ നിന്ന് വിധവകളായ ആളുകളെ, വിവാഹിതരല്ലാത്ത ആളുകൾക്ക് വിവാഹങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു സാമൂഹ്യ ബാധ്യതയായി ഏൽപ്പിക്കാൻ. അതെന്തിനാണ്? വിവാഹം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അങ്ങനെ വിവാഹിതരാകാൻ ശേഷിയില്ലാത്ത ആളുകൾ പരിശുദ്ധിയോടുകൂടെ ജീവിക്കുക. പരിശുദ്ധിയോടുകൂടെ ജീവിക്കുവാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്താണ്? വിവാഹിതരാകുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വിവാഹത്തിന് ലക്ഷ്യം പറയുമ്പോൾ പ്രവാചകൻ തിരുമേനി പറഞ്ഞ യാ മാശറ ശബാബ് മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് ഫഇന്നഹു അഗല്ലു ലിൽ ബസർ വഅഹ്സനുൽ ഫർജ്. കുറച്ച് ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. ഇന്ന് പെൺകുട്ടികളെ കലാലയങ്ങളിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ച് പ്രായപൂർത്തി എത്തിയിട്ടും വിവാഹത്തിന്റെ സമയമായിട്ടും വിവാഹത്തിന്റെ സാധ്യത ഉണ്ടായിട്ടും വിവാഹം കഴിച്ചു കൊടുക്കാതെ കാലങ്ങൾ അധികരിക്കുമ്പോൾ എന്താ സംഭവിക്കരുത്? അവർ സ്വന്തം ഒരു ഭർത്താവിനെ തിരഞ്ഞെടുക്കും. അതേതു സമുദായമാണെന്നോ ഏതു ജാതിയാണെന്നോ ഏത് രൂപത്തിലുള്ള ആളാണോ എന്ന് പരിശോധിക്കാത്ത അപകടകരമായ അവിഹിതമായ ബന്ധങ്ങൾ രൂപപ്പെട്ടു വരുന്നതിൽ ഒരു ചെറിയ പങ്ക് രക്ഷിതാക്കന്മാർക്കില്ലേ? വിവാഹത്തെ വൈകിപ്പിക്കുന്നവർക്കും തടസ്സപ്പെടുത്തുന്നവർക്കും ഇല്ലേ എന്ന് നമ്മൾ ഗൗരവപരമായി ആലോചിക്കണം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെക്കാളും പ്രായപൂർത്തി എത്തി എല്ലാ സാഹചര്യവും വിവാഹത്തിന് അനുകൂലമായി നിരന്തരമായ അന്വേഷണങ്ങളെ നിരാകരിച്ചുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകുന്ന പെൺകുട്ടികളല്ലേ ഇത്തരം അപകടത്തിൽ പെട്ടുപോയത് എന്ന് നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും കൽപ്പനകൾ നിറവേറ്റാതെ വരുമ്പോൾ സഹോദരങ്ങളെ ദുഃഖിക്കേണ്ടി വരും, ഇഹലോകത്തും പരലോകത്തും. എന്തിനാണ് വിവാഹം?
മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാൻ, കണ്ണുകളെ താഴ്ത്താൻ. വമല്ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാ. അതുകൊണ്ട് ആർക്കാണോ അതിന് സാധിക്കാത്ത അവൻ നോമ്പ് നോൽക്കട്ടെ എന്നാണ്. അപ്പൊ നോമ്പ് ഏതുപോലെ സുരക്ഷിത നൽകുന്നുവോ അതുപോലെ വിവാഹം ഒരു ആത്മീയമായ സുരക്ഷിത നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഭൗതിക സുരക്ഷ, ആത്മീയമായ സുരക്ഷ രണ്ടും വിവാഹത്തിലൂടെ നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ സഹോദരങ്ങളെ, ഒരു സ്ത്രീയുടെ വ്യക്തിത്വം, ഒരു സ്ത്രീയുടെ എല്ലാ മഹത്വവും, അവളുടെ ഭൗതികവും മതപരവുമായ എല്ലാ ഭാവിയും നശിപ്പിക്കുന്ന ഏറ്റവും അപകടകരമായ തെറ്റായ വഴിയിലൂടെ പോകുന്നതിൽ നിന്ന് തീർച്ചയായും അവർക്ക് സുരക്ഷ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം വ്യഭിചാരത്തെ ഏറ്റവും ഗൗരവപരമായ ഒരു കുറ്റമായി കണ്ടത്. വ്യഭിചാരത്തിന്റെ എല്ലാ ശാഖകളെയും ശക്തമായി പ്രവാചകൻ തിരുമേനി വിശുദ്ധ ഖുർആനും നിരാകരിച്ചിട്ടുണ്ട്. അത് ശക്തമായി നമ്മളെ താക്കീത് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പാലിക്കാതെ വരുമ്പോൾ വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാകും. ഒരു മനസ്സിനെ ബാധിക്കുന്ന ഏറ്റവും മാരകമായ ഒരു രോഗമായി പറഞ്ഞത് ലൈംഗിക സദാചാര രംഗത്തുള്ള സൂക്ഷ്മത കുറവിനെ. അത് വന്നു കഴിയുമ്പോൾ അസ്വസ്ഥമായിരിക്കും ജീവിതം, വളരെ പ്രയാസകരമായിരിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്നു, നോക്കൂ നിങ്ങൾ, വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. വ്യഭിചാരത്തെ കൊണ്ടുണ്ടാകുന്ന ഏറ്റവും മാരകമായ രണ്ട് അവസ്ഥകളാണ് പറയുന്നത്. ഒന്ന്, വളരെ മോശപ്പെട്ട ഒരു മാർഗമാണ്, വളരെ മോശപ്പെട്ട ഒരു വഴി. സ്ത്രീയും പുരുഷനും പ്രവേശിക്കുന്നതിൽ അവരുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയൊരു അപചയമാണ് ഏത്? വ്യഭിചാരത്തിന്റെ വഴിയിലേക്ക് നീങ്ങുക എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ അവർ രണ്ടുപേരുടെയും ഹൃദയങ്ങളിൽ ഏറ്റവും വലിയ അശ്ലീലങ്ങളും തോന്നിവാസങ്ങളും നിറഞ്ഞ ഒരു ഹൃദയമായി, മനസ്സായി അവരുടെ മനസ്സുകൾ മാറുന്നു വ്യഭിചാരത്തോടു കൂടെ. അതുകൊണ്ട് ആ വ്യഭിചാരത്തിന്റെ വഴി, ആ വഴിക്ക് നിങ്ങൾ അടുത്തു പോവുകയും ചെയ്യരുത് എന്നാണ്. സഹോദരങ്ങളെ, ഇവിടെ ഏറ്റവും പ്രധാനം സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഒരു സ്ത്രീ സുരക്ഷിതയായിരിക്കാൻ അവളുടെ അഭിമാനവും അവളുടെ പരലോകവും നഷ്ടപ്പെട്ടു പോകുന്ന ഈ മാരകമായ പാപത്തിൽ ആരും അകപ്പെട്ടു പോകും. എന്തുകൊണ്ടെന്നറിയൂ? പിശാച് മനുഷ്യനോടൊപ്പമുണ്ട്. നമ്മുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ പ്രത്യക്ഷമായി അള്ളാഹു നേരിട്ട് താക്കീത് ചെയ്ത മരത്തെക്കൊള്ളെ സമീപിപ്പിക്കുവാൻ പിശാചിന്റെ പ്രലോഭനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ഹൃദയങ്ങളെ പിടിച്ചു വലിക്കുന്ന ഈ ഏറ്റവും അധാർമികമായ വ്യഭിചാരത്തിലേക്ക് എത്താൻ ഇന്നൊരു പ്രയാസമില്ല. കാരണം നമ്മളൊരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ന്യൂസ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പുസ്തകം കാണുമ്പോൾ, ഒരു നോട്ടീസ് കാണുമ്പോൾ, എന്ത് കാണുമ്പോഴും അതിലെല്ലാം പരസ്യങ്ങളുണ്ട്. ഒരുപക്ഷെ ആ പരസ്യം ഒരു തുണിക്കടയുടേതായിരിക്കാം, ആ പരസ്യം ഒരു വാഹനത്തിൻ്റെതായിരിക്കാം. എന്ത് പരസ്യമാണെങ്കിലും അവ ഒന്നിച്ച് ക്ഷണിക്കുന്നത് ഒരേ ലക്ഷ്യത്തിലേക്കാണ്. ആ പരസ്യ ബോർഡുകളിൽ പ്രത്യക്ഷപ്പെടുന്ന മോഡലുകൾ നമ്മെ വിളിക്കുന്നത് കാറിന്റെ ഷോറൂമിലേക്കാണെങ്കിലും പരോക്ഷമായി, അതേപോലെ തന്നെ ടെക്സ്റ്റൈൽസിലേക്കാണെങ്കിലും പരോക്ഷമായി നമ്മളെ ക്ഷണിക്കുന്നത് വ്യഭിചാരത്തിലേക്കാണ്. വൃത്തികെട്ട ആകർഷണീയമായ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ചിത്രങ്ങൾ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യമാരെ, സഹോദരിമാരെ വ്യഭിചാരത്തിലേക്കുള്ള പരസ്യങ്ങളാണ്. യാതൊരു പരസ്യവും ആവശ്യമില്ലാത്ത ഈ തിന്മയിലേക്ക് വലിയ വലിയ പരസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വാർത്താ മാധ്യമങ്ങൾക്കിടയിലും പരസ്യ മോഡലുകൾക്കിടയിലും ജീവിക്കുമ്പോൾ അല്പം സൂക്ഷ്മതയും ശ്രദ്ധയും നമുക്കുണ്ടെങ്കിൽ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എല്ലാ വഴിക്കും ഈ തിന്മയിലേക്ക് നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യന്റെ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഹൃദയം, ഒന്ന് കണ്ണ്. കണ്ണിലൂടെ പകർത്തപ്പെടുന്ന കാര്യങ്ങളെ ഹൃദയം സ്വീകരിക്കുന്നു. മനുഷ്യനെ ഏറ്റവും വലിയ അപകടത്തിൽ കവി പറഞ്ഞു, ഞാൻ എൻ്റെ രണ്ടു ശത്രുക്കൾക്കിടയിലുള്ള സമരത്തിലാണെന്ന്. എനിക്കപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ശത്രുക്കൾ എന്നോട് പോരാടിക്കൊണ്ടിരിക്കുന്നു. അവരെ നേരിടാനുള്ള സമരമാണ് ഞാൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഓരോ സന്ദർഭത്തിലും കണ്ണ് നോക്കുന്നു, ഹൃദയം കൊതിപ്പിക്കുന്നു. കണ്ണുകൾ കാണുകയും ഹൃദയം മോഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ നോക്കരുതെന്ന് കണ്ണിനോടും ആഗ്രഹിക്കരുതെന്ന് ഹൃദയത്തിനോടും പറഞ്ഞ് ഞാൻ എൻ്റെ കണ്ണിനോടും ഹൃദയത്തോടും സമരം ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫൽഐനാനി സിനാഹുമാ അന്നദർ, കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാകുന്നു. വൽ ഉദ്നാനി സിനാഹുമാ അൽ ഇസ്തിമാ, അതേപോലെ തന്നെ ചെവിയുടെ വ്യഭിചാരം അത് കേൾക്കുകയാകുന്നു. കാണല്ലേ സഹോദരങ്ങളെ, കണ്ണ് തുറന്നിരിക്കുമ്പോഴൊക്കെ കാണുന്നത് ഈ തിന്മകളെയല്ലേ? കാത് തുറന്നിരിക്കുമ്പോഴൊക്കെ കേൾക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വൃത്തികേടിലേക്കുള്ള ക്ഷണങ്ങളല്ലേ? വല്ലിസാനു സിനാഹു അൽ കലാം,
നാവിൻ്റെ വ്യഭിചാരം സംസാരമാണെന്നാണ്. ഇത്തരം തെറ്റായ കൂടിക്കലരുകളും മറ്റു ബന്ധങ്ങളും ക്യാമ്പസുകളിലും യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ബസ്സുകളിലും നിരത്തുകളിലെല്ലാം നടക്കുന്ന സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള മുഴുവൻ സംസാരങ്ങളും തെറ്റായ ഇതിലേക്ക് ക്ഷണിക്കുന്ന സംസാരങ്ങൾ വ്യഭിചാരത്തിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. വലിയതു സിനാഹ അൽ ബത്ഷ്. ഇതിലേതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാത്തത്? കയ്യിന്റെ വ്യഭിചാരം യഥാർത്ഥത്തിൽ സ്പർശനമാകുന്നു. അതേപോലെ തന്നെ വരിജ്ലു സിനാഹ അൽ ഖത്ത്, ഒരു കാലിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അതിലേക്ക് നടന്നു പോകലാണ്. വൽ ഖൽബു യഹ്വി, ഹൃദയം ആഗ്രഹിക്കുന്നു, ഇച്ഛിക്കുന്നു. വൽ ഫർജു യുസദ്ദിഖു ദാലിക വയുകദ്ദിബുഹു, മുഖ്യസ്ഥാനം അതിനെ സാക്ഷാത്കരിക്കുകയോ അല്ലെങ്കിൽ തള്ളിക്കളയുകയോ ചെയ്യുന്നു എന്നാണ് ബുഖാരി മുസ്ലിം ഹദീസ്. എത്ര വ്യക്തമാണ്! ഇതിനുള്ള സാഹചര്യങ്ങൾ എവിടെയൊക്കെ ജീവിക്കുന്നു അവിടെയൊക്കെ ഉണ്ട്. വീട്ടിൽ വരുന്ന മഹറമുകളല്ലാത്ത അന്യ ആളുകൾ ക്യാമ്പസുകളിൽ കോളേജുകളിൽ എവിടെ ചെന്നാലും സഹോദരങ്ങളെ ഈ വൃത്തികേടുകളുടെ കേന്ദ്രങ്ങളാണ്. ഹൃദയം മെല്ലെ അതിലേക്ക് ക്ഷണിക്കും. അങ്ങനെ ക്രമേണ കീഴ്പ്പെടും. എന്തു പാപങ്ങൾക്കും കീഴ്പ്പെടും. ഓരോ സംഭവങ്ങൾ പത്രത്തിൽ വായിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകും. നല്ല ജീവിത രീതി സ്വീകരിച്ചിരുന്ന പല ആളുകളും ചില നൈമിഷികമായ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് വ്യഭിചാരത്തിലേക്കും ബലാത്സംഗത്തിലേക്കും അതേപോലെ തന്നെ അത് പിന്നീട് കൊലപാതകത്തിലേക്കും അത് പിന്നെ തെളിവുകൾ നശിപ്പിക്കുന്നതിലേക്കും ഒരിക്കലും ഒരു വ്യക്തിയെക്കുറിച്ച് കേൾക്കാൻ കഴിയാത്ത ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ, അവിശ്വസനീയമായ വാർത്തകൾ പത്രത്തിൽ വായിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പിശാചുണ്ട് നമ്മളോടൊപ്പം. ആ പിശാച് ഇത്തരം തിന്മകളിലേക്ക് കൊണ്ടുപോയി ഒരു മനുഷ്യനെയോ ഒരു കുടുംബത്തെയോ നശിപ്പിക്കുക എന്നത് പെട്ടെന്ന് സാധിച്ചെടുക്കുന്ന ഒരു മേഖലയാണ്. ഇതിന് സുരക്ഷിതത്വം വേണോ? ഏറ്റവും ആദ്യം ഈ രംഗത്ത് നമ്മുടെ കണ്ണുകളെയും കാതുകളെയും നമുക്ക് സൂക്ഷിക്കുവാൻ യഥാർത്ഥത്തിൽ കഴിയണം. അതുകൊണ്ട് സത്യവിശ്വാസികളുടെ സ്വഭാവമായി ഖുർആൻ പറയുന്നത് കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദുന മിൻ അബ്സാരിഹിന്ന, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് നീ പറയണം പ്രവാചകരെ, അവരുടെ ദൃഷ്ടികളെ താഴ്ത്താൻ വേണ്ടി പറയണം എന്നാണ്. കണ്ണിൻ്റെ നോട്ടം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നോട്ടത്തെക്കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് സഹോദരങ്ങളെ ഗൗരവത്തോടെ നമ്മൾ വായിക്കണം. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അന്നദറു സഹ്മുൻ മസ്മൂമുൻ മിൻ സിഹാബി ഇബ്ലീസ്, പിശാചിന്റെ വിഷം പുരട്ടപ്പെട്ട അമ്പുകളിൽ ഒരു അമ്പാകുന്നു നോട്ടം എന്നാണ്. തെറ്റായ നോട്ടത്തെക്കുറിച്ച് നബി തിരുമേനി പറയാണ്, ഇബ്ലീസിന്റെ വിഷം പുരട്ടപ്പെട്ട അമ്പുകളിൽപ്പെട്ട ഒരു അമ്പാകുന്നു നോട്ടം. മെൻ തറക്കഹു മഖാഫതി, എന്നെ ഭയപ്പെട്ടുകൊണ്ട് ആ നോട്ടത്തെ ആരുപേക്ഷിക്കുന്നുവോ അബ്ദൽതുഹു ഈമാനൻ, അവന്റെ ഈമാനിനെ ഞാൻ പകരം നൽകും. ഒരു നോട്ടത്തിന്റെ സന്ദർഭം വരുമ്പോൾ അല്പം പ്രയാസപ്പെട്ടും ബുദ്ധിമുട്ടിയും ആ നോട്ടത്തെ നമുക്ക് തടുക്കാൻ പറ്റിയാൽ അവൻ ഈമാനിനെ അതിന് പകരം നൽകും. യജിദു ഹലാവതഹു ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ ഒരു മാധുര്യം അനുഭവിക്കുന്ന ഒരു നോട്ടം ത്യാഗപൂർണമായി നമ്മൾ ഒഴിവാക്കിയാൽ ഈമാൻ വർദ്ധിക്കുകയും ആ തെറ്റുപേക്ഷിച്ചതിന്റെ സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നതാണ്. എത്ര ഗൗരവപരമായ ഒരു കാര്യമാണ്. നദറുൽ ഉയൂനി ഇലൽ ഉയൂനി ഹുവല്ലദി ജഅലൽ ഹലാക ഇലൽ ഫുആദി സബീലാന, ഹൃദയത്തിലേക്ക് നാശത്തെ കടത്തിവിടാനുള്ള നാശത്തിന് പ്രവേശനം അനുഭവിക്കുന്ന കവാടമാകുന്നു കണ്ണുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തോടെ നമ്മളത് കാണും. നോട്ടം ഏറ്റവും പ്രധാനമാണ്. അതേപോലെ തന്നെ വ്യഭിചാരത്തിലേക്ക് എത്തുന്ന എല്ലാ മാർഗങ്ങളും ഇതേപോലെ ഒരു സ്ത്രീയുടെ സുരക്ഷ, അവളുടെ ഭൗതികവും മതപരവുമായ സുരക്ഷയുടെ ഏറ്റവും പ്രധാനമാണ് സഹോദരങ്ങളെ. ഇന്ന് നമ്മുടെ സഹോദരിമാരിൽ വളരെ ചെറിയൊരു ശതമാനത്തിന് മാത്രം വിജയിക്കാൻ പറ്റിയ ഏറ്റവും ഗൗരവപരമായ കാര്യമാണ് ഹിജാബ് എന്ന് പറഞ്ഞാൽ. ഏറ്റവും പ്രധാനം അല്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അല്പം പ്രയാസകരവും ശമകരവുമായ കാര്യങ്ങളുണ്ട്. അതവർ പ്രവർത്തിച്ചാൽ അവർക്ക് സ്വർഗം കൊടുക്കുകയാണ്. സ്വർഗത്തിന്റെ ഏത് വാതിലും അവർക്ക് തുറന്നു കൊടുക്കുന്നതാണ്. അല്പം പ്രയാസം തന്നെയാണ്. സാധാരണ ഒരു പുരുഷനെ പോലെയല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നമസ്കാരം കണിശമായി സമയബന്ധിതമായി നടത്താറുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാ സ്വല്ലത്തിൽ മർഅ ഹംസഹ, 5 നേരം നിസ്കരിക്കുകയാണെങ്കിൽ, വസ്വാമത്ത് ശഹ്റഹ, 1 മാസത്തെ നോമ്പ് നോൽക്കുകയാണെങ്കിൽ, എങ്ങനെയായാലും നോമ്പിന്റെ പൂർണ്ണതക്ക് അല്പം സാഹസപ്പെടേണ്ടി വരും സഹോദരിമാർ. വഹസ്വനത്ത് ഫർജഹ, മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം. ആലോചിക്കും നിങ്ങൾ, ഇതിന്റെ ബാക്കി ഭാഗത്ത് എന്താ പറയുന്നത്? നിങ്ങൾ കീലലഹ, അവരോട് പറയപ്പെടും, ഉദ്ഖുലി, നീ പ്രവേശിച്ചോ, മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിക്തി, നിനക്കിഷ്ടമുള്ള സ്വർഗത്തിന്റെ വാതിലൂടെ കയറിക്കോ. സഹോദരിമാരെ ഒന്ന് പരീക്ഷിച്ചൂടെ? കുറച്ച് ശ്രമകരമാണ്. എന്തായാലും നമ്മുടെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ പൂർണ്ണമായും തൻ്റെ വസ്ത്രം
അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ സൂക്ഷ്മമായും ഹൃദയത്തിന്റെ താല്പര്യങ്ങളെ പോലും അറിയുന്ന പടച്ച തമ്പുരാൻ എന്റെ വേഷത്തിൽ സംതൃപ്തനാകും എന്ന് തീർത്തു പറയാൻ നമ്മുടെ എത്ര സഹോദരിമാർക്കാകും? ഗൗരവപരമായ കാര്യം. വഅസിറൂ ഖൗലകും അബിജ്ഹറൂ ബി ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. വഅസിറൂ ഖൗലകും അബിജ്ഹറൂ ബിഹി, നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും, ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ, ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് അവൻ അറിയുന്നവനാകുന്നു. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, ഹൃദയങ്ങളിൽ മറച്ചു വെക്കുന്നതും കണ്ണിന്റെ കട്ടുനോട്ടവും അവൻ അറിയും. യൗമ തുബ്ലസ് സറായിർ, എല്ലാ രഹസ്യങ്ങളും പരിശോധിക്കപ്പെടുന്ന ദിവസം. വനഹ്നു നഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ജീവനാടിയേക്കാളും അടുത്തു നിൽക്കുന്നു എന്നൊക്കെ പറയണ പടച്ചവനെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ നമ്മളെ വേഷം? ആ ഒരു താല്പര്യത്തോടു കൂടെയാണോ നമ്മുടെ ഡ്രസ്സുകൾ നമ്മൾ സെലക്ട് ചെയ്തത്? ആ ഡ്രസ്സ് ധരിച്ചിട്ട് ഒരു കണ്ണാടിക്കുമ്പിൽ നിന്നാൽ അള്ളാഹുവേ നിനക്കനിഷ്ടകരമായി ഇതിലൊന്നുമില്ലെന്ന് പറയാൻ പറ്റുമോ? മാറ് മുഴുവനായി മറന്നു, അതിൻ്റെ ആകാരങ്ങൾ പോലും വ്യക്തമാകാതെ തല മുഴുവനായി മറന്നു, ശരീരഭാഗങ്ങളും കഴുത്തും അതേപോലെ തന്നെ ബാക്കി ഭാഗങ്ങളൊക്കെ ശരിക്കും മറഞ്ഞു. ഗൗരവമാണ് സഹോദരങ്ങളെ. അഹ്സനത്ത് ഫർജഹ, പ്രത്യേകിച്ച് വിവാഹിതയായ സഹോദരിമാർ ഒരു വലിയ കരാർ അവരുടെ ഭർത്താവിനോടുണ്ട്. അള്ളാഹു സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ സൂക്ഷിക്കുന്ന, അച്ചടക്കമുള്ള, വിനയമുള്ള, എല്ലാ അർത്ഥത്തിലും ഒതുക്കമുള്ള അവരാണ് ഫസ്വാലിഹാത്ത്, ഏറ്റവും നല്ല സ്ത്രീകൾ. ഒരു സദ്വൃത്തയായ സ്ത്രീയാണെന്നതിന് അള്ളാഹു നൽകുന്ന സർട്ടിഫിക്കറ്റ് ആർക്കാരെങ്ങള്? മറഞ്ഞ സമയത്ത് പോലും സ്വകാര്യതയിൽ പോലും മറക്കാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കുകയും തൻ്റെ സ്വകാര്യ ജീവിതം വിശുദ്ധമാക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ കുറച്ച് പ്രയാസമാണ്. അന്യമായ ഒരു സാഹചര്യത്തിൽ അല്പം സൂക്ഷ്മത പാലിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുക. 5 കാര്യം: ഒന്ന് നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുക, ഭർത്താവിനെ അനുസരിക്കുക. ഇത് സാധ്യമായാൽ അവർക്ക് സ്വർഗത്തിന്റെ ഏത് വാതിലിലൂടെയും പോകാനാണ്. എത്ര ഗൗരവമുണ്ട് സംഗതി എന്ന് ആലോചിച്ചു നിങ്ങൾ. ഞാനതാ പറഞ്ഞു, സുരക്ഷിതത്വം അതിലേറ്റവും പ്രധാനമാണ് ഹിജാബ്. എത്ര ഗൗരവമായിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് ഖുർആൻ പറഞ്ഞത് എന്താ വെച്ചാൽ, വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. എന്താണ്? ഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. അവരോട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർ മറക്ക് പിന്നിൽ നിന്ന് ചോദിക്കണം എന്നാണ്. നബിന്റെ ഭാര്യമാരോട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ മര്യാദയായിട്ട് പെടാണ്. അത്രയും ഗൗരവപരമായ കാര്യമാണിത്. യാ അയ്യുഹൻ നബിയ്യു ഖുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ദാലിക അദ്നാ അൻ യുറഫ്ന ഫലാ യുദൈൻ. സുരക്ഷിതത്തിന് വേണ്ടി തന്നെയാണ് പറഞ്ഞതാണ്. ഈ പ്രവാചകരെ പറയുക താങ്കളുടെ ഭാര്യമാരോട്, പെൺമക്കളോട്, അതേപോലെ തന്നെ വിശ്വാസിനികളായ സ്ത്രീകളോട് പ്രവാചകരെ പറഞ്ഞേക്കുക, അവരുടെ മൂടുപടങ്ങളെ അവർ തൂക്കിയിടട്ടെ. അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ അതാണ് നല്ലത്, സുരക്ഷത്തിന് അതാണ് നല്ലതെന്നാണ്. സഹോദരങ്ങളെ, പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്നതും അവരുടെ ജീവിതം അപകടകരമായി തീരുന്നതും യഥാർത്ഥത്തിൽ ഈ വേഷവിധാനങ്ങളിലുള്ള ശ്രദ്ധക്കുറവാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും കാസിയാത്തുൻ ആരിയാത്ത് ധരിച്ചവരാണ് നഗരകളാണെന്നാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ എങ്ങനെ ധരിച്ചിട്ടുണ്ട് പിന്നെങ്ങനെ നഗനകളാവുന്നത്? ഷെയ്ഖ് ഹുസൈമിൻ അദ്ദേഹത്തിന്റെ ഒരു ഫത്വയിൽ അതിനെപ്പറ്റി വിശദീകരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ എന്താണ് ഈ ഹദീസിന്റെ താല്പര്യമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണെന്ത്? 3 തരത്തിലാണ്. ഒന്ന്, സ്ത്രീകൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, വളരെ നേരിയ വസ്ത്രം, അടിവസ്ത്രങ്ങളെ പോലും വ്യക്തമാകുന്ന അത്രയും നേരിയ വസ്ത്രം. അവരെന്താ ധരിച്ചിട്ട് കാര്യം? ധരിച്ചിട്ടുണ്ട്, ദേഹത്തെ ഒരു ഭാഗം പ്രത്യക്ഷമായി കാണുന്നില്ല, പക്ഷേ അവർ ധരിക്കാത്തവരാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ലയ്യിക്കായിട്ടില്ല, അതായത് ശരീരത്തിൽ മുഴുവനും ശരീരത്തിന്റെ ആകാരങ്ങളുടെ അതേ ആകാരം വ്യക്തമാകുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ. മറഞ്ഞോ? മറഞ്ഞിട്ടുണ്ട്, പക്ഷെ എല്ലാം വ്യക്തമായി കാണുന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, മുഴുവൻ ഉണ്ടാവില്ല, എന്നാൽ മുഴുവനുള്ള പോലെ കാണിക്കും. കൈ മുഴുവൻ മറഞ്ഞിട്ടുണ്ടാവില്ല, കഴുത്ത് മുഴുവൻ മറഞ്ഞിട്ടുണ്ടാവില്ല, മറച്ചു എന്ന് വരുത്താവുന്ന വസ്ത്രം ധരിക്കുന്നുണ്ടാവും. പർദ്ദയാവാം,
പക്ഷെ ദേഹത്തിന്റെ ആകാരങ്ങളെല്ലാം വ്യക്തമായി കാണുന്ന രൂപത്തിലായിരിക്കും. മറയേണ്ട ഭാഗങ്ങൾ മറയാതെ പ്രത്യക്ഷപ്പെടുത്താൻ താല്പര്യപ്പെടുന്ന പ്രത്യക്ഷപ്പെടുത്താവുന്ന അഡ്ജസ്റ്റ്മെന്റുകളോടുള്ള വസ്ത്രങ്ങളായിരിക്കും. എത്ര ഗൗരവമുണ്ട് സഹോദരങ്ങൾ. ഇത് മാറി ഭക്തിയുള്ള ഒരു ഹൃദയം കൊണ്ട് നമ്മുടെ വേഷങ്ങളെ തിരുത്താൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ ഏറ്റവും അധികം സമയം കഴിച്ചു കൂട്ടേണ്ടത് വീടുകളിൽ തന്നെയാണ്. പല ആളുകൾക്കും വിയോജിപ്പുണ്ടെങ്കിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. അവൾ ആവശ്യമുണ്ട് അവളുടെ ഭർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരു കാര്യത്തിലും ഒരു പങ്ക് നിർവഹിക്കാൻ. ആ സേവനങ്ങൾക്ക് അവസരം ലഭിക്കുന്ന സൗഭാഗ്യവതിയാകാൻ അവൾ വീട്ടിലുണ്ടാവണ്ടേ? അതേപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികൾ, ആ കുട്ടികൾക്ക് മുല കൊടുക്കേണ്ടവർ, ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടവർ, ആ കുട്ടികൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും അടുത്തുണ്ടാകേണ്ടവരാണ്. അവരെല്ലാം അങ്ങാടിയിലെ ഷോപ്പിങ്ങിനും കാര്യത്തിനും പോകണത്. അവരധിക സമയവും വീട്ടിലുണ്ടാകണം. പക്ഷേ പുതിയ പുതിയ വസ്ത്രങ്ങൾ വാങ്ങി പുതിയ പുതിയ വേഷങ്ങൾ ചെയ്ത് മണിക്കൂറുകളോളം മേക്കപ്പ് ചെയ്ത് കണ്ണാടിക്കുമ്പിൽ നിന്ന് അവരിറങ്ങുന്നു. ആരെപ്പോലെ? ജാഹിലിയ കാലത്തെ സ്ത്രീകൾ പ്രദർശനത്തിന് ഇറങ്ങുന്ന പോലെ. വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. ആദ്യകാലത്തെ ജാഹിലിയ കാലത്ത് സ്ത്രീകൾ ഇറങ്ങിയ പോലെ അലങ്കാരങ്ങളോടുകൂടെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത്. അതൊക്കെ ഒന്ന് വ്യാപകമായി വന്നിരിക്കുകയാണ്. അകത്തിരിക്കുന്നതിനേക്കാളും താല്പര്യം പുറത്തിറങ്ങി നടക്കലാണ്. അതിൻ്റെ നഷ്ടം തൻ്റെ കുടുംബങ്ങൾക്കും ഭർത്താവിനും ഒക്കെ ഉണ്ടെങ്കിലും പക്ഷേ സമൂഹത്തിൽ ഇന്ന് അതൊരു ഭാഗമായി മാറിയിരിക്കുന്ന, ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അങ്ങാടിയിൽ ചെല്ലുമ്പോൾ ഏറ്റവും അധികം ഇപ്പോൾ കാണുന്നത് സ്ത്രീകളെയാണ്. ഗൗരവത്തോടുകൂടെ ഏറ്റവും ആ ഒരു സമൂഹത്തിന് വരുന്ന അപകട ദുരന്തങ്ങളുടെ സൂചനയായിട്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസ്ഥയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഗൗരവകരമാണ് സഹോദരങ്ങളെ. അതേപോലെ തന്നെ ഈ അലങ്കാരത്തോടുള്ള പുറത്തിറങ്ങിപ്പോക്ക് നമ്മുടെ സ്ത്രീകൾക്ക് അപകടകരമാണ്. മറ്റൊരു കാര്യം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൂടിക്കലരാൻ. പരസ്പരം കൂടിക്കലരാനുള്ള വിശാലമായ അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളത് ഗൗരവപരമായി കാണണം. ഇസ്ലാമിൻ്റെ എല്ലാ അതിർവരമ്പുകളും തെറ്റിക്കുന്ന രൂപത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിൻ്റെ സദസ്സുകളിൽ എന്തും ഹലാലായി കാണുന്ന ഒരു സമയമാണ് കല്യാണം എന്ന് പറഞ്ഞാൽ. ആണിനും പെണ്ണിനും ഒരേ സ്ഥലത്ത് ഭക്ഷണം വിളമ്പുന്നവർ, ഒരേ സ്ഥലത്ത് പന്തലൊരുക്കുന്നവർ, എല്ലാ സൗകര്യവും ഒന്നിച്ച് ഒരേ കവാടം ഒന്നിച്ച് പുറത്തിറങ്ങുന്നു. ഒരു ദിവസത്തെ പകൽ മുഴുവനും അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച് നടത്തേണ്ട വിവാഹത്തിൻ്റെ സംഗമങ്ങളിൽ ഹറാമുകളെ കൊണ്ടും ഹറാമായ നോട്ടങ്ങളെ കൊണ്ടും കൂടിക്കലരെ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ. കൂടിക്കലർന്നത് ആര് തമ്മിലായിരുന്നാലും അത് ഏത് സ്ത്രീ പുരുഷന്മാർ മാത്രമല്ല, പൊതുവായ കൂടിക്കലറുകൾ എപ്പോഴും തെറ്റായ സാഹചര്യങ്ങൾക്ക് അവസരമൊരുക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. തീർച്ചയായും പരസ്പരം കൂടി ചേരുന്ന ആളുകൾ അവരെപ്പോഴും മറ്റുള്ളവർക്ക് മേലിൽ തിന്മ ചെയ്യാനുള്ള ആഗ്രഹം അവർക്ക് വർദ്ധിച്ചു വരുന്നതാണ്. പിന്നെ ഇപ്പോൾ ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷൻ്റെയും കാര്യം നമുക്ക് പറയാമല്ലോ. അത്രയും ഗൗരവപരമായത് സഹോദരങ്ങളെ. ഇത് നമ്മൾ എന്തായിരുന്നാലും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന പോലെ നമ്മൾ ഒഴിവാക്കുവാനും അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തു നിറങ്ങുകയും കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നൊരവസ്ഥയ്ക്ക് വരണം. അതേപോലെ തന്നെ ഇന്ന് വ്യാപകമായുള്ള സംഗതിയാണ് അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റക്കാകാനുള്ള സാഹചര്യം. ഇതും ഞാൻ ആദ്യത്തെ ഗൗരവപരമായ ഒരു കാര്യമായി സൂചിപ്പിക്കുന്ന സുരക്ഷയിൽ ഏറ്റവും പ്രധാനമാണ്. ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅത്തിൻ. ഒരു സ്ത്രീയുമായി ഒരു പുരുഷൻ ഒഴിഞ്ഞൊറ്റക്കാവാൻ പാടില്ല. ഇല്ലാ വമഅഹാദി മഹ്റം. മഹറമായ ഒരാൾ കൂടല്ലാതെ ഭർത്താവോ ആങ്ങളെയോ പിതാവോ ഇങ്ങനെ ആരുമില്ലാതെ ഒരു സ്ത്രീ അന്യപുരുഷന്റെ കൂടെ ഒറ്റക്കാകാൻ പാടില്ല എന്നാണ്. വലാ തുസാഫിറുൽ മർഅ ഇല്ലാ മഅദി മഹ്റം. ബുഖാരി മുസ്ലിം ഹദീസാണ്. ഒരു മഹറമായ ഒരാളെ കൂടല്ലാതെ യാത്ര പാടില്ല എന്നാണ്. നോക്ക് നിങ്ങൾ എത്ര ഗൗരവമുണ്ട്. ഒരു സ്ത്രീക്ക് ഹജ്ജിന് പോകാനുള്ള ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ മഹറമായി ഒരാൾ തൻ്റെ കൂടെ വരാനില്ലെങ്കിൽ ആ സ്ത്രീക്ക് ഹജ്ജ് നിർബന്ധമല്ല എന്നാണ് ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാർ പറയുന്നത്. എത്ര ഗൗരവമാണ്. അവൾക്കിപ്പോഴുള്ള തടസ്സം എന്താ വെച്ചാൽ യാത്ര പോകുമ്പോൾ കൂടെ പോരാൻ മഹറമായ ഒരു പുരുഷനില്ല എന്നാണ്. അങ്ങനത്തെ സ്ത്രീകൾ വല്ലവരും അങ്ങനെ മഹറമല്ലാത്ത ആളുടെ പോലെ പോയി ഹജ്ജ് ചെയ്താലോ ആ യാത്ര എന്തായാലും നിഷിദ്ധമാണ്. ഹജ്ജ് ഒരു പക്ഷേ സ്വീകരിക്കപ്പെട്ടേക്കാന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത്ര ഗൗരവമുണ്ട് ആ കാര്യത്തിൽ. പരലോകത്തിൽ വിശ്വാസമുള്ള ഒരു സ്ത്രീയും ഒരു രാത്രിയും ഒരു പകലും എന്ത് ചെയ്യൂല, ഒരു മഹറമല്ലാത്ത ഒരാളെ കൂടെ യാത്ര ചെയ്യൂല എന്നാണ്. അപ്പോൾ അത് ഗൗരവപരമായി നമ്മൾ പരിഗണിക്കണം. അത് വളരെ അപകടങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. പലപ്പോഴും ഗൾഫിൽ പോകുന്ന സഹോദരന്മാരുടെ വീടുകളിൽ അവരുടെ ഭാര്യമാർക്ക് കാവലായി വരുന്നത് പലപ്പോഴും മഹറമായ ആളുകളാകൂല. അതിൻ്റെ പേരിൽ എന്തൊക്കെ ദുരന്തങ്ങളും അപമാനങ്ങളും നമ്മുടെ കുടുംബവും സമൂഹവും സമുദായവും അനുഭവിച്ച സഹോദരങ്ങളെ.
ഇതെത്ര ഗൗരവപരമാണ്. ഈ കാര്യത്തിലുള്ള ശ്രദ്ധ ഏറ്റവും പ്രധാനമായി സഹോദരിമാരെ നിങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാവേണ്ടത്. മാത്രമല്ല, ഈ സുരക്ഷിതത്വത്തിൻ്റെ നിയമങ്ങളെ ചെറിയ സൗകര്യങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടി നമ്മൾ തിരസ്കരിച്ചാൽ അതിൻ്റെ ദുരന്തങ്ങൾ നമുക്ക് എണ്ണിക്കണക്കാക്കാൻ പറ്റില്ല. ഇഹലോകത്ത് തന്നെ വലിയ ശിക്ഷയാണ് വ്യഭിചാരത്തിന് ഇസ്ലാം വിധിച്ചത്. അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തും ഫീ ദീനില്ലാഹ് ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽയശ്ഹദ് അദാബഹുമാ ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ. ഇത്ര ഗൗരവപരമായ പ്രയോഗമാണ്. ഈ വ്യഭിചരിക്കുന്ന പുരുഷനെയും വ്യഭിചരിക്കുന്ന സ്ത്രീയെയും നിങ്ങൾ അടിക്കണം എന്നാണ്. മിഅത്ത ജൽദ, 100 അടി. ആ അടിയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അവിടെ പറയുന്ന കൂടെയുള്ള പ്രയോഗങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തും ഫീ ദീനില്ലാഹ്, അള്ളാഹുവിന്റെ മതത്തിൽപ്പെട്ട ഈ കൽപ്പന, ഈ ഹദ്, ഈ ശിക്ഷാ നടപടി നടപ്പാക്കുന്നതിൽ നിങ്ങൾക്ക് ഒരിക്കലും അവരോടൊരു കാരുണ്യം തോന്നാൻ പറ്റില്ല. നിഷ്കരുണം അത് നടപ്പിലാക്കണം എന്നാണ്. നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ല, അത് സ്വകാര്യമായി നടത്തിയാൽ പോരാ. വൽയശ്ഹദ് അദാബഹുമാ ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ അതിന് സാക്ഷികളായി തീരുകയും ചെയ്യട്ടെ എന്നാണ്. ഇത്ര ഗൗരവമുണ്ട് സഹോദരങ്ങൾ. അത്ര വലിയ ശിക്ഷ ഭൗതികമായി ഇസ്ലാം അതിന് വിളിക്കുന്നുണ്ട്. വശൈഖു വശൈഖ ഇദാ സനയ ഫർജുമുഹുമാ അൽ ബിത്താനാണ്. ഒരു വയസ്സായ സ്ത്രീയും അതേപോലെ തന്നെ വയസ്സായ ഒരു പുരുഷനും വ്യഭിചരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവരെ എറിഞ്ഞു കൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. എത്ര ഗൗരവപരമാണ് സഹോദരങ്ങളെ ഭൗതികമായി തന്നെ ശിക്ഷ. ഇതൊക്കെ നമുക്ക് മാതൃകകളും പാഠങ്ങളും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. ഇനി പരലോകത്തോ? ഈ തെറ്റായ സമീപനങ്ങളെ കൊണ്ട് ശരിയായ വേഷം സ്വീകരിക്കാതെ ഇസ്ലാമിൻ്റെ മര്യാദ, സുരക്ഷിതത്തിൻ്റെ മര്യാദകൾ പാലിക്കാതിരുന്നാലേ പരലോകത്ത് വരുന്ന ശിക്ഷ ഇതിലേറെ ഭയാനകമാണ്. അത് നമ്മുടെ കുട്ടികൾക്ക് വരാതിരിക്കാൻ, നമ്മുടെ ഭാര്യമാർക്ക് വരാതിരിക്കാൻ, നമ്മുടെ കുടുംബങ്ങൾക്ക് വരാതിരിക്കാൻ സഹോദരിമാരെ നിങ്ങൾക്കത് വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഖാനാ. അവർ ശിർക്ക് ചെയ്യൂല, അവർ വ്യഭിചരിക്കൂല. അതെങ്ങാനും അവർ ചെയ്താൽ അവർ വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഖാനാ. അവർക്ക് ശിക്ഷ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് പരലോകത്ത്. നിന്ദരായി, അപമാനിതരായി അവർ നരകത്തിൽ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നതാണ്. ഇല്ലാ മൻ താബ വ ആമന വ അമില സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വ കാനല്ലാഹു ഗഫൂറർ റഹീമാ. പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങി സൽപ്രവൃത്തി പ്രവർത്തിച്ചാൽ ഒഴികെ അവർക്ക് അള്ളാഹുവിടെ തിന്മകളെ നന്മകളാക്കി കൊടുക്കും. അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്നാണ്. പരലോകത്ത് അതിലേറെ ഭയപ്പെടുത്തുന്നതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇന്റെ ഈ മിഅ്റാജിന്റെയും രാത്രിയിൽ നബിക്ക് കാണിച്ചു കൊടുക്കപ്പെട്ട രംഗം. പ്രവാചകൻ പറയുന്നു, അതെ, ആ സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു വജദ തന്നൂറൻ, അവിടെ വെച്ച് അടുപ്പ് പോലെയുള്ള ഒരു സംഗതി നബി കണ്ടു എന്നാണ്. പരലോകത്ത് നരകത്തിന്റെ അവിടുത്തെ അവസ്ഥകൾ കാണിച്ചു കൊടുക്കുകയാണ്. അഅലാഹു ലയ്യിഖ് വ അസ്ഫലുഹു വാസിഅ, മുകൾ ഭാഗം കുടുങ്ങിയതും താഴ്ഭാഗം വിശാലവുമായിട്ടുള്ള ഒരു അടുപ്പ് പോലെയുള്ളത് കാണിച്ചു കൊടുത്തു. ഫിഹി റിജാലും വനിസാ, അതിനുള്ളിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. വന്നാറു മിൻ തഹ്തിഹിം, അവർക്ക് താഴെ തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ നബിയോട് അറിയിക്കപ്പെട്ടു അങ്ങനെ ആ സമയത്ത് അവിടെ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ വ്യഭിചരിക്കുന്ന സ്ത്രീ പുരുഷന്മാരാണെന്ന് നബിക്ക് അറിയിക്കപ്പെട്ടു എന്നാണ്. സഹോദരങ്ങളെ, എത്ര ഗൗരവപരമായ ശിക്ഷയാണ്, എത്ര ശക്തമായ ശിക്ഷയാണ് നാളെ മരണത്തിന് ശേഷം ഖബറിലും പരലോകത്തിലും വരാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇഹലോകത്തും പരലോകത്തെയും സുരക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായിട്ടും അതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന കാര്യം എന്താണ്? നിമിഷ നേരങ്ങളെ കൊണ്ട് ഇവിടെ കിട്ടുന്ന അംഗീകാരവും ഇവിടെ കിട്ടുന്ന സുഖങ്ങളും സന്തോഷങ്ങളും നൈമിഷികമായ ആസ്വാദനങ്ങളുമാണ്. മനുഷ്യൻ ഇത്രയും ശക്തമായ അപകടങ്ങൾ തനിക്ക് വന്നു ചേർന്നാലും ഇഹലോകത്തും പരലോകത്തും എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടായാലും ഞാനതൊന്ന് വിട്ടു നിൽക്കൂല എന്ന് തീരുമാനിക്കുന്ന ആളുടെ മനസ്സ് എത്രമാത്രം കടുത്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലാ തുൽഹിയന്നക അൻ മആദിക ലദ്ദത്തുൻ തഫ്നാ വതൂരിസു ദായിമൽ ഹസറാത്തി. ഒരു കവിയുടെ വാക്ക് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ലാ തുൽഹിയന്നക അൻ മആദിക ലദ്ദത്തുൻ, നിന്റെ
പിന്നെ തിരിച്ചു പോകാനുള്ള പരലോകത്തെക്കുറിച്ച് നിനക്കൊരിക്കലും അശ്രദ്ധ ഉണ്ടാവരുത്. ഇഹലോകത്തെ ചെറിയ ചെറിയ സുഖങ്ങൾ, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നിനക്ക് നഷ്ടപ്പെടുത്തി കളയരുത്. അത് നിനക്ക് എന്തുണ്ടാവുന്നില്ല, ഇതിനെ നശിപ്പിക്കും. അതേപോലെ നിത്യമായ ദുഃഖത്തെ, നിത്യമായ ഖേദത്തെ നിനക്ക് അനന്തരമായി നൽകുകയും ചെയ്യുന്നതാണ്. ഒരിക്കലും ഒടുങ്ങാത്ത ഖേദങ്ങൾ വരുത്താൻ നൈമിഷികമായ ചില സുഖങ്ങൾ കൊണ്ട് കാരണമാകേണ്ടതുണ്ടോ എന്ന് നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ ആലോചിക്കുക. വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊലാ, ഇഹലോകത്തെക്കാളും നിനക്ക് ഉത്തമം പരലോകമാകുന്നു. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ, അവിടെ നിനക്ക് മതി തീരുവോളം പടച്ച തമ്പുരാൻ നിനക്ക് തന്നുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ സ്വർഗം നമ്മുടെ ഈ അടങ്ങാത്ത ആഗ്രഹങ്ങളെ, ഇച്ഛകളെ തടുത്തു വെക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കുണ്ടാകുക. അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ ഭയപ്പെട്ടുകൊണ്ട് ഇച്ഛകളെ, മനസ്സിന്റെ ഇച്ഛകളെ തടുത്തു വെക്കാൻ പറ്റിയാൽ സ്വർഗം കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇവിടുത്തെ ചെറിയ ചെറിയ ആസ്വാദനങ്ങളും സന്തോഷങ്ങളും നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഈ സുരക്ഷിതത്വത്തിന്റെ നിർദ്ദേശങ്ങളെ അതിർലംഘിച്ചാൽ നരകമായിരിക്കും ഫലം. സഹോദരിമാരോട് വളരെ പ്രത്യേകമായി രണ്ടാമത്തൊരു ഭാഗമായി എനിക്ക് പറയാനുള്ളത്, ഒന്ന് ജീവിതത്തിന്റെ സുരക്ഷിതത്വം, നമ്മുടെ മനസ്സിന്റെ വിശുദ്ധി, അതിനാവശ്യമായ നിർദ്ദേശങ്ങളാണ്. രണ്ടാമത്തെ കാര്യം, ജീവിതത്തിൽ എത്രയോ സമയം ലഭിക്കുന്നവരാണ് നമ്മുടെ സഹോദരിമാർ. അവരാ സമയത്തെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത ഏറ്റവും വലിയൊരു സൗകര്യമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സമയത്തിൻ്റെ സൗഭാഗ്യം. ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾ വളർന്നു വലുതാകുന്നത് വരെ നിരന്തരമായ പ്രയാസങ്ങളാകാം. ഒരു കുട്ടി വളരുമ്പോഴേക്കും അടുത്ത കുട്ടി, അത് കഴിയുമ്പോഴേക്കും അടുത്ത കുട്ടി, അല്പം തിരക്കും പ്രയാസവും പ്രതിസന്ധിയും നമുക്ക് വന്നേക്കാം. പക്ഷെ പലപ്പോഴും 10, 35, 40 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ കുട്ടികൾ വളർന്നു വലുതായി, അവർ സ്കൂളിലേക്ക് പോയി, അവർ മദ്രസകളിലേക്ക് പോയി, പലപ്പോഴും വീട്ടിൽ ഒറ്റക്കാകുന്ന, ജീവിതത്തിൽ വലിയ സമയം വാർദ്ധക്യത്തിലും മധ്യവയസ്കതയിലും ലഭിക്കുന്നൊരു അന്തരീക്ഷം ഇന്ന് വീടുകളിലുണ്ട്. മാത്രമല്ല, ആധുനിക സൗകര്യങ്ങളൊക്കെ വന്നതോടുകൂടെ സ്ത്രീകളുടെ ജോലി ഭാരങ്ങൾ കുറഞ്ഞു. അതേപോലെ തന്നെ പലരും സാമ്പത്തിക ഉയർന്ന നിലവാരത്തിലുള്ളവരെല്ലാം അതെല്ലാം ജോലിക്കാരെയും കൂലിക്കാരെയും നിശ്ചയിച്ച് വെറുതെ ഒരു ഇരുത്തമാണ്. പലപ്പോഴും ആ ഇരുത്തം നമുക്ക് ജീവിതത്തിൽ വളരെ പ്രയാസം ഉണ്ടാകും. ജീവിതത്തിൽ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും കഠിനമായ ജോലി ഏതാന്ന് വെച്ചാൽ വെറുതെ ഇരിക്കലാണ്. ജീവിതത്തിൽ മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും കഠിനമായ ജോലി വെറുതെ ഇരിക്കലാണ്. എന്തെങ്കിലും ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കട്ടല്ലോ, ഭയങ്കര പ്രയാസകരമായ ഒരു സംഗതിയാണ്. അതുകൊണ്ടുണ്ടാകുന്ന കുറേ ദുരന്തങ്ങൾ, ഒന്ന് ശാരീരികമായ അസുഖങ്ങൾ, മാനസികമായ പ്രയാസങ്ങൾ, അതിലൊക്കെ ഉപരി തെറ്റിനോടുള്ള താല്പര്യം, പിന്നെ വൃത്തികെട്ട ടിവികളും അതേപോലെ തന്നെ ചിത്രങ്ങളും സീരിയലുകളും കണ്ട് മനസ്സസ്വസ്ഥമാകുന്നു. അവിടെ ഇവിടങ്ങളിൽ നോക്കിയിരുന്ന് മനസ്സ് രോഗാതുരമായി തീരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാണ്, പിരിമുറുക്കങ്ങൾ. ഇതിനൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗം നമുക്കുണ്ട് സഹോദരങ്ങളെ. ഏറ്റവും വലിയ മാർഗം ഖുർആൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ പാരായണം എന്നാണ്. എത്ര പഠിച്ചാലും എത്ര വായിച്ചാലും തീരാത്ത, നമ്മുടെ ഹൃദയങ്ങൾക്ക് കുളിരും സന്തോഷവും ആവേശവും നൽകുന്ന ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട് സഹോദരങ്ങൾ. അത് പഠിക്കാനും വായിക്കാനും ഓതാനും ഉള്ള അവസരങ്ങൾ, ഖുർആനിക വിജ്ഞാനങ്ങൾ നൂറുകണക്കിന് സീഡികളായി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏത് വിഷയവും ഒന്നും വേണ്ട, വെറുതെ നമ്മുടെ CD ഓണാക്കിയിട്ടാൽ ഖുർആനിൻ്റെ അർത്ഥവും പരിഭാഷയും വ്യാഖ്യാനവും കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും. പക്ഷേ ഒഴിവ് വേളകളിൽ ഇതിനെ ഇത്തരം ഒരു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ വളരെ കുറവുള്ളവരാകുന്നു. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ഹസന. ആരെങ്കിലും അല്ലാഹുവിന്റെ ഖുർആൻ എന്ന് ഒരു ഹർഫ് ഓതിയാൽ, ഒരു സെക്കൻഡിന്റെ എത്ര ചെറിയ സമയം മതി ഒരു ഹർഫ് ഓതാൻ, അവർക്ക് എന്തുണ്ട്, അവർക്കൊരു നന്മ കിട്ടിയെന്നാണ്. സഹോദരങ്ങളെ, ഈ ഒഴിവുള്ള സഹോദരിമാരെ, ഈ ഒഴിവുള്ള സമയത്തിൽ എത്ര നന്മകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. വൽ ഹസനതു ബിഅശരി അംസാലിഹാ. ഒരു നന്മക്ക് 10 ഇരട്ടി പ്രതിഫലം. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്. ഞാൻ പറയില്ല അലിഫ് ലാം മീം എന്നുള്ളത് ഒക്കെ നമുക്ക് ഒരു ഹർഫായി കൂട്ടണ്ട. വലാകിൻ അലിഫുൻ ഹറഫ് വലാമുൻ ഹറഫ് വമീമുൻ ഹറഫ്. അബൂദാവൂദിന്റെ ഹദീസാണ്. 3-ന് 3 കൂലിയാണ്. നമ്മൾ എത്ര ഖുർആൻ പാരായണം ചെയ്യാം, എത്ര അർത്ഥങ്ങൾ നമുക്ക് പഠിക്കാനും വായിക്കാനും സമയമുണ്ട്. പക്ഷേ പലപ്പോഴും അത് നമ്മൾ ശ്രദ്ധിക്കുന്നത്, നേരത്തെ പരലോകത്തോ ഖുർആൻ ഓതുന്നവർക്ക് പരലോകത്തോ ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലി അസ്ഹാബിഹി. ആ ഖുർആൻ ഓതുന്ന ആളുകൾക്ക് ശുപാർശയായി കൊണ്ട് വിശുദ്ധ ഖുർആൻ നാളെ പരലോകത്ത് വരുമെന്നത് സ്വഹീഹ് മുസ്ലിമുള്ള ഹദീസാണ്. എത്ര ഗൗരവപരമാണ് സഹോദരങ്ങളെ. ഖുർആൻ പാരായണം ഏറ്റവും പ്രധാനമാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ പഠനം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുക,
അത് പഠിപ്പിച്ചു കൊടുക്കാം. നമുക്ക് പഠിക്കാം. എത്രയോ സഹോദരിമാർ ഓതാൻ അറിയാത്തവർ അവർ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കാം. അവർക്ക് ആശയങ്ങൾ പകർന്നു കൊടുക്കാം. 2, 4, 8, 10 വീടുകളുണ്ടെങ്കിൽ അവരൊക്കെ അവരുടെ രാവിലത്തെ ജോലി കഴിഞ്ഞ് ഒരു 10 മണി സമയത്ത് നമുക്കൊന്ന് ഒന്നിച്ചിരിക്കാന്ന് പറഞ്ഞാൽ 5, 6 വീട്ടിലെ സ്ത്രീകളിൽ അല്പം കഴിവുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കാനും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാനും പറ്റും. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിഫലമാണ് അതുകൊണ്ടൊക്കെ നേടാൻ പോകുന്നതെന്നാണ്. ഖുർആന്റെ പഠനം വ്യത്യസ്തമായ പ്രയോജനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും എന്നത് ഉറപ്പാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഒന്ന്, ഒരിക്കലും ഖുർആനുമായി ബന്ധപ്പെടുന്ന എന്തൊരു കാര്യവും കേവല പാരായണങ്ങൾ പോലും നമുക്ക് ലോകത്ത് ഏറ്റവും നല്ലൊരു ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാരൻ തൻ്റെ അക്കൗണ്ടിലേക്ക് വരുത്തുന്നതിനേക്കാളും വളരെ വലിയ സമ്പാദ്യം അതിന്റെ പാരായണം കൊണ്ട് മാത്രം നേടാനാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാറതൻ ലൻ തബൂർ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ, വഅഖാമുസ്സലാത, നമസ്കരിക്കുകയും, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, നാം നൽകിയെന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവർ, സിർറൻ വഅലാനിയതൻ, രഹസ്യമായും പരസ്യമായും, യർജൂന തിജാറതൻ ലൻ തബൂർ, നഷ്ടം വരാത്ത ഒരു കച്ചവടത്തെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടം, ഇറക്കിയത് മുഴുവൻ നമുക്ക് തിരിച്ചു കിട്ടുന്ന കച്ചവടം. അത്ര വലിയ പ്രയോജനം ഖുർആൻ കൊണ്ടൊന്ന് പാരായണം കൊണ്ടുള്ള പ്രയോജനമാണ്. രണ്ടാമത്തതോ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും തെറ്റാത്ത, സ്വീകരിച്ചാൽ ഒരിക്കലും ഖേദത്തിന് ഇടവരാത്ത അന്യൂന്യമായ ഉപദേശങ്ങളുടെ സമാഹാരമാണ് ഖുർആൻ. വനസ്സൽനാ അലൈക്കൽ കിതാബ തിബയാനൻ ലികുല്ലി ശൈഇ വഹുദൻ വറഹ്മതൻ വബുശ്റാ ലിൽ മുസ്ലിമീൻ. വനസ്സൽനാ അലൈക്കൽ കിതാബ്, ഈ വേദഗ്രന്ഥത്തെ നാം നിനക്ക് ഇറക്കി തന്നിരിക്കുന്നു പ്രവാചകരെ, തിബയാനൻ ലികുല്ലി ശൈഇ, എല്ലാ കാര്യത്തിലുമുള്ള വിശദീകരണമായി. ഖുർആൻ എന്ന് ഉപദേശം സ്വീകരിക്കുക. നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്തണം? ഖുർആനിന്റെ അടിസ്ഥാനം പറയുന്നുണ്ട്. ആ മാനദണ്ഡം സ്വീകരിക്കുക. എന്തു കാര്യത്തിലും ഖുർആനിനെ നമ്മൾ അടിസ്ഥാന മാനദണ്ഡമായി സ്വീകരിച്ചാൽ തെറ്റൂല. നമ്മുടെ ജീവിതവും നമ്മുടെ ഭാവിയും ഒക്കെ അറിയുന്ന പടച്ച തമ്പുരാൻ നമുക്ക് നേരായ ഉപദേശമേ തരൂ. അതുകൊണ്ട് അത്തരം ഉപദേശങ്ങൾ ഹുദൻ, അത് സന്മാർഗമാണ്, ശരിയായ മാർഗനിർദ്ദേശമാണ്, വറഹ്മത്തൻ, കാരുണ്യമാണ്, വബുശ്റാ ലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളായ ആളുകൾക്ക് സന്തോഷ വാർത്തയുമാണ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്ന ആഴ്ചക്ക് 1 മണിക്കൂർ ഒരു ക്ലാസ്, അത് കേൾക്കാനുള്ളൊരു മനസ്സ്, വ്യവസ്ഥാപിതമായ ഒരു ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളോ മറ്റൊക്കെ ചേർന്ന് 1 മണിക്കൂർ പഠിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സമ്പാദ്യമായിരിക്കും, ഗൗരവപരമായ ഒരു കാര്യമായിരിക്കും. അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കുക. അപ്പൊ ഖുർആന്റെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം നൽകും. ഖുർആന്റെ പാരായണം നഷ്ടം വരുത്താത്ത കച്ചവടമായി നമുക്ക് രേഖപ്പെടുത്തപ്പെടും. മാത്രമല്ല സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലേക്ക് ചിന്തിച്ച് പഠിച്ചു ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾ ദൃഢമാകും. ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ. വിശുദ്ധ ഖുർആന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ സ്വഭാവ രംഗത്തും എല്ലാ രംഗത്തുമുള്ള ഉത്ബോധനങ്ങൾ നമുക്കുണ്ട്. അത് നമ്മൾ ചിന്തിച്ച് ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസങ്ങൾ വർദ്ധിപ്പിക്കാൻ പറ്റും. ഖുർആൻ പറയുന്ന ശാസ്ത്രീയമായ കാര്യങ്ങൾ, അല്ല തത്വങ്ങളൊക്കെ ശരിക്കും പഠിക്കുമ്പോൾ സ്വർഗ്ഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ ശരിക്കും നമുക്ക് ബോധ്യപ്പെടും. ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. മറ്റുള്ളവർ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന വിശ്വാസപരവും കർമ്മപരമായിട്ടൊക്കെയുള്ള പല രംഗത്തുമുള്ള വസ്വാസുകളുണ്ട്. അതിനെയൊക്കെ ഖുർആന്റെ ശക്തമായ പ്രകാശം ആ ഇരുട്ടുകളെയൊക്കെ ദൂരെയാക്കും. ആ ഖുർആൻ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. മാത്രമല്ല നമ്മുടെ ഹൃദയത്തിന് എന്നും ശാന്തിയും സമാധാനവും നൽകും ഖുർആൻ. ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ. ഖുൽ, പ്രവാചകരെ പറയുക, ആ ഖുർആൻ ഹുവ ലില്ലദീന ആമനൂ, സത്യവിശ്വാസികൾക്ക്, ഹുദൻ വശിഫാ, സന്മാർഗവും രോഗശമനവുമാണ്. അവർക്കുടെ മനസ്സുകൾക്കും ഹൃദയങ്ങൾക്കൊക്കെ എല്ലാ അർത്ഥത്തിലും ശമനം നൽകാൻ അതിന് കഴിയും. യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇലത്തും മിൻ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീന. ജനങ്ങളെ, നിങ്ങൾക്കിതാ വന്നിരിക്കും നിങ്ങളുടെ റബ്ബിന്റെ ഉപദേശം, അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉള്ളതിന് ശമനമാണ്. എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങൾ. നോക്കൂ, നിങ്ങൾ ഖുർആന്റെ പ്രയോജനങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളമുണ്ട്. മറ്റൊന്ന് നമുക്ക് അനുഭവമുള്ള പ്രയോജനമുണ്ട്. രാത്രി ആരെങ്കിലും ആയത്തുൽ കുർസി ഓതി കിടന്നാൽ രാവിലെ വരെ അവനൊരു കാവൽക്കാരനെ വെച്ചു കൊടുക്കുന്നതാണ്. മുഅവ്വദാത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ റബ്ബിൻ നാസും, അത് ഖുൽ ഹുവല്ലാഹു അഹദും, അത് ഊതി ദേഹത്ത് തടവി കഴിഞ്ഞാൽ ആശ്വാസകരമായ ഒരവസ്ഥ ഉണ്ടാവും.
എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും രാവിലെയും വൈകുന്നേരവും ദിക്റുകളിൽ ഉൾപ്പെടുത്തിയതാണ് ഈ 3 സൂറത്തുകൾ. അത് ഓതുന്നവർക്ക് സുരക്ഷിതത്വം അള്ളാഹു നൽകും ഖുർആന്റെ. അതേപോലെ തന്നെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു ഒരാഴ്ചത്തേക്കുള്ള വെളിച്ചം, വെള്ളിയാഴ്ചകൾ ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ വെളിച്ചം നൽകുന്ന ആമന റസൂൽ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ ആമന റസൂൽ ഓതി കിടക്കുകയാണെങ്കിൽ അവന് കഫത്ത അത് മതി. അവന്റെ എല്ലാ സുരക്ഷിതത്വത്തിനും അത് മാത്രം മതി. ഇതാണ് ഇത്രയും ഗൗരവപരമായ പ്രയോജനങ്ങൾ നൽകാൻ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന് കഴിയും. ഇങ്ങനെ വ്യത്യസ്തമായ പ്രയോജനമുള്ള ഖുർആൻ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ സമയം പോകാഞ്ഞിട്ട് ഇടങ്ങാറാണ്ട ആവശ്യമില്ല. സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയോജനം, ഏറ്റവും വലിയ സമ്പാദ്യവുമായി നമ്മുടെ കഫംപുടവകളിലേക്ക് ഇറങ്ങാൻ, നമ്മുടെ ഖബറുകളിലേക്ക് ഇറങ്ങാൻ, നമ്മുടെ പരലോകത്ത് ഭീകരമായ അവസ്ഥയിൽ അപമാനിതരായി ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന, പാപികൾ ഉയർത്തെഴുന്ന നാളിൽ സന്തോഷത്തോടുകൂടെ ആത്മനിർവൃതിയോടുകൂടെ ചെല്ലാൻ ഈ ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതത്തിന് കഴിയും. ഖുർആനുമായുള്ള സൗഹൃദം കൊണ്ട് കഴിയും. ഖുർആനുമായുള്ള സ്നേഹബന്ധങ്ങളെ കൊണ്ട് കഴിയും. നമ്മുടെ സമയങ്ങളെ ഖുർആനിനനുസരിച്ച് ക്രമീകരിക്കാൻ ശ്രമിക്കാം. ഇനി മുതൽ നിരന്തരമായ പഠനത്തിന് സമയം ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കാം. ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ, അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നൽകിയ നിയമനിർദ്ദേശങ്ങളെ പാലിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സുരക്ഷിതമായ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. നോക്കൂ, നിങ്ങൾ ലോകത്ത് ഏറ്റവും നല്ല മാതൃകായോഗ്യരായ വിശ്വാസികളായി 2 പേരെ പരിചയപ്പെടുത്തിയപ്പോൾ അതാരെയാണ് നിങ്ങൾ ആലോചിച്ചു? നിങ്ങൾ 2 സ്ത്രീകളെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ് സൂറത്തു തഹ്രീം എന്ന് ഞാൻ തുടക്കത്തിൽ ഓതിയത്. വമറിയം ഇബ്നത ഇംറാൻ അല്ലത്തി അഹ്സനത് ഫർജഹാ ഫനഫഖനാ ഫീഹി മിൻ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ഈ ഭാഗം ഒന്ന് വായിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഭാഗം സൂറത്തു തഹ്രീമിൽ വായിച്ചാൽ സ്ത്രീകൾക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല. 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രയാസകരമായ 2 അവസ്ഥ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ളത്. ഒന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ കീഴിൽ ജീവിക്കുമ്പോഴുള്ള സ്വാതന്ത്ര്യമില്ലായ്മ, നന്മകൾക്കും പുണ്യങ്ങൾക്കും തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ സംസാരം കേൾക്കുന്ന ഏതൊരു സഹോദരിക്കും നന്മയിലേക്ക് മുന്നോട്ട് പോകാൻ നിർദ്ദേശിക്കുമ്പോൾ അവരുടെ സാഹചര്യത്തിലെ തടസ്സങ്ങളാണ് പറയാം. ഇന്നാൾ അനുവദിക്കൂല, ഇന്നാൾ അതിന് അനുകൂലമല്ല, എൻ്റെ വീടിൻ്റെ സിറ്റുവേഷൻ അതല്ല, എന്നെ വിവാഹം കഴിച്ച വീട് അതിന് അനുകൂലമല്ല എന്നൊക്കെയാണ് ആൾക്കാർ പറയാം. സഹോദരങ്ങളെ, ഇത് പറയാൻ ഏറ്റവും യോഗ്യയായിരുന്ന ഒരു സ്ത്രീയാണ് ഫിറഔനിന്റെ ഭാര്യ. ധിക്കാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഏറ്റവും വലിയ മൂർത്തിഭാവമായ അള്ളാഹുവിൻ്റെ ശത്രു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ ആ കൊട്ടാരത്തിൽ ജീവിച്ച ഫിറഔനിന്റെ ഭാര്യയെയാണ് അള്ളാഹു മാതൃകയായി എടുത്തു കാട്ടുന്നത്. എന്ത് പ്രതികൂല സാഹചര്യങ്ങളിലും തൻ്റെ നന്മകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ജീവിക്കുക. ഞാനിങ്ങനെ ഡ്രസ്സ് ധരിച്ച് ഞങ്ങളെ ഫാമിലി അങ്ങനെയാണ്. അന്യായം. അതങ്ങനെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഡ്രസ്സൊന്നും ധരിച്ച് പറഞ്ഞു നിന്നിട്ട് പോകാൻ പറ്റൂല. ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്, എനിക്ക് അങ്ങനത്തെ വസ്ത്രമൊന്നും സ്വീകരിക്കാൻ പറ്റൂല. സഹോദരങ്ങൾ, അങ്ങനെ ഒരു വർത്താനുണ്ടോ? അങ്ങനെ ഒരു സംസാരമുണ്ടോ? എങ്കിൽ എങ്ങനെയാണ് ലോകത്തെ സത്യവിശ്വാസികൾക്ക് മാതൃകയായിട്ട് ഫിറഔന്റെ ഭാര്യയെ ഉയർത്തി കാണിക്കുക? ഫിറഔന്റെ ഭാര്യയെ സത്യവിശ്വാസികൾക്ക് ഉപമയായി മാതൃകയായി അള്ളാഹു എടുത്തു കാട്ടുന്നു. ഇത് ഖാലത്ത് റബ്ബി ബനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. ആ സാഹചര്യത്തിന്റെ ഏറ്റവും മാക്സിമമായ അവസ്ഥയാണ് പറയുന്നത്. എന്തറിയോ? പടച്ചോനെ, എനിക്ക് സ്വർഗത്തിലൊരു വീട് വേണം. ഭൗതിക ജീവിതത്തിൽ എല്ലാ സുഖവും സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട അവർ അള്ളാഹുവിനോട് പറയാൻ സ്വർഗത്തിലൊരു വീട് വേണം. പിന്നെന്താണ് ആഗ്രഹം? വനജ്ജനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഫിർഔനിന്റെ അക്രമങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ജനതയുടെ പീഡനങ്ങളിൽ നിന്ന് നാഥാ നീ എന്നെ രക്ഷപ്പെടുത്തും. എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും സഹോദരങ്ങളെ തൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിന് ആ സഹോദരിക്ക് തടസ്സമായിട്ടില്ല എന്നാണ്. ഇനി മറിയമിന്റെ പ്രത്യേകത എന്താ? അതാണ് ഒരു സ്ത്രീയുടെ 2ാമത്തെ പ്രതികൂലാവസ്ഥ. അതാണ് ഏറ്റവും വലിയ പ്രതികൂലാവസ്ഥ. ഒരു സ്ത്രീ എന്ന നിലക്ക് അവരുടെ ഭക്തി എപ്പോഴും പ്രതികൂലമായി ബാധിക്കുന്നതാണ് സദാചാര ജീവിതം. എവിടെ ചെന്നാലും തൻ്റെ സൂക്ഷ്മതയെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക. ഒരു പെണ്ണെന്ന നിലക്കുള്ള സുരക്ഷിതത്വം ലഭിക്കുക പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ബഹുമത സമൂഹങ്ങൾ വളരെ പ്രയാസമാണ്. അങ്ങനെ വരുമ്പോൾ അതിലാണ് മറിയം മാതൃക. ആരാണ് മറിയം? മറിയമ്മിൻ്റെ അടുക്കലേക്ക് ഒരു നല്ല ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് മലക്ക് വരുന്നത്.
മലക്കിനെ വിജനമായ ഒരു സ്ഥലത്ത് മലക്ക് വന്ന് അറിയിക്കുകയാണ് എന്ത്? വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദിൻ തബദത് ബിഹി മകാനൻ ശർഖിയ്യാ. മറിയം മാറി നിൽക്കാൻ. ആ സമയത്ത് മറിയമിന്റെ സംഭവങ്ങളെ കുറിച്ച് ഖുർആൻ പറയാണ് എന്ത്? ആ സമയത്താണ് തമസ്സലഹ ബശറൻ സവിയ, ഒരു നല്ല മനുഷ്യനായിട്ട് മലക്ക് വരികയാണ്. മലക്കിനെ അന്യപുരുഷൻ തൻ്റെ മുന്നിൽ കണ്ടുമുട്ടുമ്പോൾ ആ സൂക്ഷ്മതാ ബോധം ഉണരുകയാണ്. അവൻ ആദ്യം പറഞ്ഞ വാക്കെന്താണ്? കാലത്ത് നീ സൂക്ഷ്മത ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ അള്ളാഹുവോട് നിന്നിൽ നിന്നും കാവലിനെ തേടുന്നു എന്നാണ് സഹോദരങ്ങളെ. ആ ഒരു ഭക്തി അള്ളാഹു എടുത്തു പറയുന്നു. ഇമ്രാന്റെ മകൾ മറിയം അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിച്ചു. അവരൊരിക്കലും വ്യഭിചരിച്ചിട്ടില്ല, തിന്മ ചെയ്തിട്ടില്ല. അവരുടെ പേരിൽ ആരോപണം പറഞ്ഞതാണ്. അള്ളാന്റെ കൽപ്പന പ്രകാരമാണ് അവർക്ക് കുട്ടി ഉണ്ടായതെന്നാണ്. എത്ര വലിയ പീഡനങ്ങൾ ആ ജനങ്ങളിൽ നിന്ന് അവർ അനുഭവിച്ചു, പ്രയാസങ്ങൾ അനുഭവിച്ചു, ആക്ഷേപങ്ങൾ അനുഭവിച്ചു. ആക്ഷേപിക്കുന്നു വിചാരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പലരും. അങ്ങനെ ഒരു കല്യാണം നടത്തിയാൽ നാട്ടുകാരെന്ത് പറയും? അങ്ങനെ ഒരു വേഷം ധരിച്ചാൽ നാട്ടുകാരെന്ത് പറയും? സഹോദരങ്ങളെ, നാട്ടുകാർ നമുക്ക് പ്രശ്നമല്ല. അള്ളാന്റെ കൽപ്പന പ്രകാരം മറിയമിന് കുട്ടിയുണ്ടായി. ആ നാട്ടിൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഇത് അവിഹിതമായ ബന്ധത്തിലൂടെ ഉണ്ടായ കുട്ടിയല്ല എന്ന് അവരെ വിശ്വസിപ്പിക്കാൻ എന്താ മാർഗം? മറിയം റളിയല്ലാഹുവിന്റെ ഹൃദയം പടച്ചു. അവരെത്രമാത്രം പറഞ്ഞു നിങ്ങള്? കാലത്തെയാലൈതനി മിത്തു ഖബല ഹാദാ വകുന്തു നസിയം മൻസിയാ. ഞാനേ ഇങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് വരുന്ന മുന്നേ ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പക്ഷെ അള്ള വിളിച്ചു. ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ. മറിയമേ, ഒരിക്കലും അങ്ങനെ നിരാശപ്പെടാൻ പറ്റില്ല. നിന്റെ റബ്ബാണ് എന്നെ അവിടെ കൊടുന്നാക്കിയത്, നിനക്കൊക്കെ അവൻ തരുന്നതാണ്. സഹോദരങ്ങളെ, അറിയിപ്പ് ആ രംഗങ്ങൾ കാണും. മറിയം ബീവി പ്രസവിച്ച കുട്ടിനേറ്റ് നാട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലാണ്. ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ തുളക്കുന്ന ആക്ഷേപങ്ങളാണ്. പക്ഷെ ആക്ഷേപങ്ങളെ കൊണ്ട് പതറുന്നവരല്ല ഒരു വിശ്വാസി. സഹോദരിമാരെ, നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ സ്ത്രീകളും നമുക്ക് എതിരായാലും നമ്മൾ സത്യാന്ന് വിചാരിച്ചിട്ട് നിലകൊള്ളണം. അതാണ് മറിയം റളിയല്ലാഹു അൻഹ നൽകുന്ന സന്ദേശം. ആ രംഗം ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിൽഹു ഖാലൂ യാ മറിയം ലഖദ് ജിഅതി ശൈഅൻ ഫരിയാ. ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിൽഹു. ഈസാ നബിയെയും ചുമന്നിട്ട് പ്രസവിച്ച കുട്ടിനായിട്ട് ചെല്ലുകയാണ് നാട്ടുകാരുടെ അടുത്തേക്ക്. മറിയമേ, തികച്ചും അരുതാത്ത ഒരു കാര്യം നീ ചെയ്തു പോയിരിക്കുന്ന. അവരുടെ വാക്കിന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. മാകാന അബൂകി ഇംറഅ സൗഇൻ വമാകാനത് ഉമ്മുകി വബഗിയാ. മറിയമേ, നിന്റെ വാപ്പ നല്ലൊരു മനുഷ്യനല്ലേ, ഉമ്മ ഒരിക്കലും വ്യഭിചരിച്ചിട്ടില്ലല്ലോ, ഹാറൂന്റെ പെങ്ങളല്ലേ നീ, എന്നിട്ട് നീ എന്തിനീ തോന്നിയാസം ചെയ്തു? അങ്ങനത്തെ ഒരു ചോദ്യം താങ്ങാൻ നമ്മുടെ സഹോദരിമാർക്ക് കഴിയുമോ? ശരിക്കൊന്ന് ദേഹം മറിയുന്ന വസ്ത്രം ധരിച്ചാൽ നാട്ടിലെ കളിയാക്കുന്ന പ്രശ്നം. നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവമാണ്. നാലാള് കൂടിനോടത്ത് ആരും നിസ്കരിക്കണമെങ്കിൽ നമ്മൾ നിസ്കരിച്ചാൽ നമ്മളൊരു മോശക്കാരിയാവൂ? നമ്മളൊരു പുരോഗമനവാദി അല്ലാതെ ആയിപ്പോ തീരൂ? നമ്മളൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളായി വിലയിരുത്തപ്പെടൂ? സഹോദരൻ, അതൊരു വിഷയമല്ല, അവിടെ നിന്നൊരു വിഷയമല്ല. അങ്ങനെയൊക്കെ പരിഹസിക്കുമ്പോഴും മറിയം സഹിച്ചു, മൗനം സ്വീകരിച്ചു. അള്ള രക്ഷിച്ചു. ആ അള്ള നമ്മുടെ കൂടെ ഉണ്ടാവും. അവൻ ഹയ്യാണ്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണ്. അവന് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങളെ അവൻ പരിഗണിക്കാതിരിക്കൂല. മറിയമിനെ രക്ഷിച്ചത് എങ്ങനെ അറിയങ്ങൾ? ഈസാ നബിനെ കൊണ്ട് വർത്താനം അറിയിച്ചിട്ടാണ്. എന്ന പോലെ അള്ളാഹു നമുക്കും ജീവിതത്തിൽ തുറവിയുടെ അവസരങ്ങൾ ഒരുക്കും. അതുകൊണ്ട് മറിയം ലോകത്തിന്റെ മാതൃക, അതേപോലെ തന്നെ ഫിർഔനിന്റെ ഭാര്യ ലോകത്തിന്റെ മാതൃക ഗൗരവപരമാണ്. എന്നാൽ സഹോദരങ്ങളെ, നല്ലവരായ ഭർത്താക്കന്മാർക്ക് കീഴിൽ ജീവിച്ചിട്ടും ഒരിക്കലും നന്മയുടെ യാതൊരു ലക്ഷണങ്ങളുമില്ലാത്ത വൃത്തികെട്ട രണ്ട് സ്ത്രീകളെയും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. തിന്മകൾക്ക് പ്രചോദനം നൽകുന്ന, നല്ലത് ചിന്തിക്കുന്ന ഭർത്താക്കന്മാരെ തിന്മക്ക് പ്രേരിപ്പിക്കുന്ന വൃത്തികെട്ടവരാവുക. സ്ത്രീകളിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. നല്ല സദാചാരബോധത്തോടെ കുടുംബം കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ പ്രലോഭനങ്ങൾ, പലിശ വാങ്ങരുതെന്ന് വിചാരിക്കുന്ന ഭർത്താവിനെ കൊണ്ട് പലിശ വാങ്ങിപ്പിക്കുന്നവർ, തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നവർ, ഷോപ്പിങ്ങിനും ഭൗതിക പുരോഗതിക്കും വേണ്ടി തെറ്റായ മാർഗങ്ങളിലേക്ക് മാർഗനിർദ്ദേശം നൽകുന്നവർ, അങ്ങനെ ഉണ്ടാവും. രണ്ട് പ്രവാചകന്മാരുടെ കൂടെ ജീവിച്ച ആളുകളെ കുറിച്ചാണ് ഏറ്റവും വൃത്തികെട്ട സ്ത്രീകളായിട്ട് പരിഗണിച്ചത്. അപ്പോൾ സഹോദരങ്ങളെ, സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഏത് പ്രതികൂലതകളെയും അതിജയിച്ച്
നന്മയുടെ ആളുകളായി തീരുക. നമ്മുടെ സുരക്ഷത്തിന് വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ച കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക. ഈ കാര്യങ്ങളിൽ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തുക, നമ്മുടെ ഭാര്യമാരെ നമ്മൾ ബോധ്യപ്പെടുത്തുക. എന്നും അവരുടെ പരലോകത്തെയും അവരുടെ അഭിമാനത്തെയും സുരക്ഷിതമാക്കി നിർത്താൻ പ്രേരിപ്പിക്കുക. നമ്മുടെ അഭിമാനം നമ്മുടെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി തീരുന്നത് നമ്മുടെ വിശ്വാസം കൊണ്ട്, നമ്മുടെ കർമ്മങ്ങളെ കൊണ്ടുമാണ്. അതിലൊരിക്കലും ചോർച്ച സംഭവിക്കാതെ എത്രമാത്രം നമുക്ക് പുരോഗമിക്കാവുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഉയർച്ചയും ഉന്നമനവും വർദ്ധിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ സൂറത്തു തീനിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു നല്ല മാനസികാവസ്ഥ വളർത്തിയെടുക്കുവാനും ഈ ഉത്ബോധനം നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ സഹോദരിമാർക്കും എത്തിച്ചു കൊടുക്കുവാനും നമുക്ക് കഴിയണം. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ അടിമകൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളിന്ന് വന്നുപോയ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ